ശ്രീ ശബരിനാഥൻ. പക്ഷേ അൻവറിനെ കേൾക്കാൻ ആൾക്കൂട്ടമുണ്ട്. ഞാൻ ഈ മുതലക്കുളം മൈതാനത്ത് കാണുന്ന ആൾക്കൂട്ടത്തെ കുറിച്ചല്ല. നോക്കൂ, നമ്മുടെ ചാനലുകൾ പ്രൈം ടൈം ചർച്ചയ്ക്ക് പകരം അൻവറിന്റെ പ്രസംഗം 2 ദിവസമായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ഉല്ലാസ് ബാബു കച്ചവട താല്പര്യം എന്ന് പറഞ്ഞു. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആളുകളുണ്ടാണ്. ഞാൻ അങ്ങേക്ക് വരാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ശ്രീ ശബരിനാഥൻ, ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇതൊക്കെ ശരിയാണ്, അൻവർ ഈ പറയുന്ന വെളിപാടുകളൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഇപ്പോ നോക്കൂ, കുഴിമന്തി മുതൽ കാട്ടുപന്നി വരെയുള്ള വിഷയങ്ങളിൽ അൻവറിന് ആശങ്കയുണ്ട്. പല ആശങ്കകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതൊക്കെ വസ്തുതയാണ്, വസ്തുത കേൾക്കാനാണ് ജനങ്ങൾ കൂടിയിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അതോ ഇതൊരു തരത്തിലുള്ള മാസ് ഹിസ്റ്റീരിയയാണോ? ഇല്ല, അൻവർ എന്ത് പറയാനുള്ള അധികാരം അൻവറിനുണ്ട്. അത് കാണാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കും ചാനലുകളുമുണ്ട്. ഇപ്പോൾ ചാനലുകൾ ആളുകൾ കാണുന്നു, അത് ആളുകളുടെ ഇഷ്ടത്തിന് വിടുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന അൻവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസ് നേതാക്കളടക്കം മുൻ പ്രതിപക്ഷ നേതാവടക്കം കഴിഞ്ഞ 5-6 വർഷമായി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിവിടെ അറിയാതെ ഇവിടെ ഒരു CPM-ൻ്റെയും RSS-ൻ്റെയും ബാന്ധവമുണ്ട്. അവർ തമ്മിൽ കൃത്യമായിട്ടുള്ള ഡീലിംഗ് ഉണ്ട്. അത് ഒന്നാം പിണറായി വിജയൻ സഭയുടെ സമയത്ത് ഒരു എക്സ്റ്റൻഷന് വേണ്ടി പല അസംബ്ലികളിലും അവർക്ക് ഗുണം ലഭിച്ചു. രണ്ടാമത് ഈ പറയുന്ന കരുവന്നൂർ അടക്കം SFIO അടക്കം കൊടകര കേസടക്കം CMRL കേസടക്കമുള്ള കേസുകളിൽ അവസാനം തൃശ്ശൂർ പൂരത്തിലൂടെ തൃശ്ശൂർ ഇലക്ഷൻ വരെ കൊണ്ടെത്തിച്ച കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ലൈസനിങ് വർക്ക് BJP-യും CPM എന്നിവ നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. ആ ലൈസനിങ് വർക്ക് നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ADGP അജിത് കുമാറാണെന്നുള്ള കാര്യം അത് അൻവർ പുറത്തു പറഞ്ഞപ്പോൾ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പുറത്തു വന്നപ്പോൾ അതിനെ നിഷേധിക്കുവാൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിക് തീവ്രവാദികളാണ് ഇന്ന് ഈ വിഷയത്തിൽ തനിക്കെതിരെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയത്. കോഴിക്കോട് എയർപോർട്ട് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് അവിടെ വരുന്ന സ്വർണ്ണക്കടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മലപ്പുറംകാരനെന്നുള്ള ഒരു ദുസ്സൂചന കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെയാണെങ്കിൽ ഇത്രയും കേസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ 123 കോടി രൂപയുടെ ഹവാലയും 150 കോടിയുടെ സ്വർണ്ണം കടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കേരള പോലീസ് എന്തുകൊണ്ട് അതിൽ ആക്ഷൻ എടുത്തിട്ടില്ല? എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കേസെടുക്കുന്ന കസ്റ്റംസും ഒക്കെയുള്ള കേന്ദ്ര സർക്കാർ കേസെടുക്കുന്നില്ല? കേരള പോലീസ് സീസ് ചെയ്ത സ്വർണ്ണത്തിന്റെയും ക്യാഷിന്റെയും കണക്കല്ലേ? അപ്പൊ സ്വാഭാവികമായും അതിൽ കേസ് ഉണ്ടാവുമല്ലോ. കേസില്ലാതെ പറ്റില്ലല്ലോ, പോലീസ് പിടിച്ചതല്ലേ? ഇല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങൾ മനസ്സിലായി ഇതെല്ലാം. പക്ഷേ ഒരു ജില്ലയിലേക്കും ഒരു സമൂഹത്തിലേക്കും കൊണ്ട് കോർണർ ചെയ്യേണ്ട ആവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താണ്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾ 2019 നിങ്ങൾക്ക് ഓർമ്മ കാണും. ആദ്യ സ്വർണ്ണക്കടത്ത് വിഷയം നമ്മുടെ എംബസി അടക്കം തിരുവനന്തപുരത്തെ വിഷയം 5 വർഷമായി. അന്ന് ഓർമ്മയുണ്ടല്ലോ, ഈ പറഞ്ഞ UAE ഹൈ കോൺസുലേറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നു. അതിൻ്റെ ഒരു 2ാം ഘട്ടം പോലെ തന്നെയല്ലേ ഇന്ന് CPM MLA തന്നെ CPM-ന്റെ സ്വതന്ത്ര MLA ആയിരുന്നു അൻവർ പറയുന്നതും വിരൽ ചൂണ്ടുന്നതും അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. വ്യക്തികൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ BJP നിശബ്ദമായിരിക്കുന്നു. ഇവിടെ K. സുരേന്ദ്രൻ വനവാസത്തിന് പോയതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം, അതിപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ CPM-ന്റെ വിജയത്തിന് ഒരു വലിയ കാരണമായിരുന്ന ഒരു ജനസമൂഹം അതിപ്പോൾ തിരിച്ചറിഞ്ഞ് അതിൽ അവരെ ഈ പറഞ്ഞ LDF കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു വിശ്വാസം വന്നതിൻ്റെ ഒരു റാംബ്ലിങ്സ് ആണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമത്, പിണറായി വിജയൻ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മലപ്പുറത്തെ ഒരു CPM ഒരു പാർട്ടിയിലില്ലാത്ത ഒരു പൊളിറ്റിക്സ്, അതിന്റെ പല ആളുകളും കാലങ്ങളായി വന്നിട്ടുണ്ട്. അതിപ്പോൾ പിണറായി വിജയൻ തിരിച്ചടിക്കുകയാണ്. ഒരു ചോദ്യം, അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ നിശ്ചയമായി ഉണ്ടാക്കുന്നു.